തുടർച്ചയായ മൂന്നാം ദിനവും നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുകയായിരുന്നു പ്രതിപക്ഷം ഇന്ന്. ദ്വാരപാലക പാളി വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ബാലിശ്യമായ ആവശ്യമുയർത്തിയാണ് പ്രതിപക്ഷം സഭയെ സംഘർഷഭൂമിയാക്കിയത്. വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷ അംഗങ്ങൾ മർദ്ദിച്ചുവെന്നും മുഖ്യമന്ത്രി ആക്രമിക്കുവാൻ ശ്രമിച്ചെന്നും കട്ടി ഭരണപക്ഷ അംഗങ്ങൾ കൂടി എഴുന്നേറ്റതോടെ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ചു. ഇന്ന് നിയമസഭയിൽ സംഭവിച്ചതിന്റെ വിശദവിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. തുടർച്ചയായ മൂന്നാം ദിവസമാണ് പ്രതിപക്ഷം നിയമസഭയുടെ ചോദ്യോത്തരവേള അലങ്കോലമാക്കുന്നതും അതേ തുടർന്ന് സഭയുടെ നടുത്തളത്തിലിറങ്ങി വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത്, ഒരു സംഘർഷാവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഇന്ന് നിയമസഭയിൽ കാണാനായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇന്ന് രാവിലെ കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ വിളിച്ചിരുന്നു. സഭയുടെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ യോഗം ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചോദ്യോത്തരവേള അരമണിക്കൂർ പിന്നിട്ടെങ്കിൽ പോലും പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചില്ല. കാരണം പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ഭാഗത്തുമായി വലിയ തോതിൽ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമങ്ങളുണ്ടായി. ബാനർ വലിച്ചുയർത്തി സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിൽ പ്ലക്കാർഡുകളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഭരണപക്ഷ ബെഞ്ച് ഒന്നടങ്കം ഇതിനെ വിമർശിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വാച്ച് ആൻഡ് വാർഡിനെ തള്ളി ഡയസിലേക്ക് കയറാനുള്ള ശ്രമം അത് വലിയ തോതിൽ ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങേണ്ടതായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ സ്പീക്കർ ഇടപെടുകയും അതോടൊപ്പം തന്നെ സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ചോദ്യോത്തരവേള റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സഭ പുനരാരംഭിച്ചപ്പോഴും ഇതേ സാഹചര്യം തന്നെയാണ് സഭയിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ ഒരു പ്രതിഷേധം അത് അവർ തുടരുകയും അതോടൊപ്പം തന്നെ സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ച് ബഹിഷ്കരിക്കുന്ന ഒരു നടപടിയാണ് ഇന്നുണ്ടായത്. പക്ഷേ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കാരണം പ്രതിപക്ഷം സഭയിൽ എന്തോ ഭയക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം സർക്കാരിന് ഒളിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടാനോ ആയി ഒന്നുമില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊന്നും തന്നെ പ്രതിപക്ഷം ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സർക്കാരിന്റെ നിലപാടും വ്യക്തമാക്കി. ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ കർശന നടപടി സർക്കാർ ഉറപ്പാക്കും എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിനൊരുങ്ങുന്നത്. അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ വലിയ തോതിൽ ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ച മന്ത്രിമാരും വിമർശിക്കുകയും ചെയ്തു. കാരണം പല അവസരങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ. പക്ഷേ ഈ വിഷയത്തിന്റെ വസ്തുത പുറത്തു വരുന്നതിനോട് ഒരു തരത്തിലുള്ള യോജിപ്പും പ്രതിപക്ഷത്തിനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്താൽ അവർ എന്തോ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യാതെ ഉള്ളൊരു നടപടിയുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് സഭയിൽ ഇന്ന് പ്രധാനമായും ഭരണപക്ഷവും ഉയർത്തിക്കാട്ടിയത്. ഏതായാലും കഴിഞ്ഞ 3 ദിവസങ്ങളിലേതിന് സമാനമായ രീതിയിൽ തന്നെ നാളെയും സഭയിൽ നിലപാട് സ്വീകരിക്കാനാണ് പക്ഷേ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഷീജയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.